ഹൈ ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിന്റെ 21ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു ബുക്കിന്റെ റിവ്യൂ കഴിഞ്ഞ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മള് കഴിഞ്ഞ ബുക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ശിവ പാർട്ട് 2 എന്ന ബുക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഇട്ടത്. അപ്പോൾ ആ ഒരു ബുക്ക് റിവ്യൂവിന്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ 19ാമത്തെ എപ്പിസോഡിൽ നിന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണാവുന്നതാണ്. മാത്രമല്ല അതിന് മുമ്പിട്ട റിവ്യൂവിലും എപ്പിസോഡിന്റെ നമ്പറിൽ ചെറിയൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് തിരുത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു പറയണത് തെറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ തിരുത്താൻ വേണ്ടി വന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ പറയണമെന്ന് തിരുത്തിയിട്ടില്ല. ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും മാറ്റിയിട്ടുണ്ട് അതിന്റെ ആ ടൈറ്റിലില്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ വീഡിയോ കാണാം. അതായത് അതെങ്ങനെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മറ്റേ നോർത്തതാവിലെ കൂനിൽ നിന്ന ആ ഒരു പുസ്തകമില്ല, ആ ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ റിവ്യൂ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറന്നത് കൊണ്ടാണ് ആ ഒരു ഇത് തെറ്റ് സംഭവിച്ചത്. അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കില്ല. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. എപ്പിസോഡ് നമ്പറിൽ മാത്രമാണ് വ്യത്യാസം പറ്റിയിട്ടുള്ളൂ, ബാക്കി കാര്യത്തിലൊന്നും വ്യത്യാസം പറ്റിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ആ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ബുക്ക് റിവ്യൂ സീരീസ് അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങളത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെക്കേഷൻ ഒക്കെയാണ്, വെക്കേഷൻ കഴിയാതെ എന്നാലും നിങ്ങൾക്ക് വല്ല ചെറിയ ബുക്ക് എങ്ങാനും വായിക്കണമെങ്കിൽ ആ ഒരു ബുക്ക് റിവ്യൂവിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ചെറിയ ബുക്കിന്റെ ഒക്കെ റിവ്യൂ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് വായിക്കാവുന്നതാണ്, അതുപോലെ വായിക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ ബുക്ക് റിവ്യൂവിന്റെ 21ാമത്തെ എപ്പിസോഡാണ്. അതുപോലെ ഞാൻ റിവ്യൂ ആയിട്ട് പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് ഭാസ്കർ വില്ലിലെ ഭീകരൻ എന്ന ബുക്കാണ്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഷെർലക് ഹോംസിന്റെ ഒക്കെ എഴുത്തുകാരനായിട്ടുള്ള സർ ആർതർ കോനൻ ഡോയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷെർലക് ഹോംസിന്റെ ഒരു കഥ തന്നെയാണ്. അപ്പോൾ ഷെർലക് ഹോംസിന്റെ കഥകളൊക്കെ നമുക്ക് അറിയാം, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകളാണ്. ഇങ്ങനത്തെ കഥകൾ സിനിമയിൽ പോലും നമ്മൾ ഇത്രയ്ക്ക് അടിപൊളി കഥകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടാണ് കഥകളൊക്കെ പോവുക. ഇതും അതുപോലെ തന്നെയാണ്. ഇതിന്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ദി ഹൗണ്ട് ഓഫ് ദി ബാസ്കർ വെയിൽസ് എന്നാണ്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റെഡ് റോസ് പബ്ലിഷിംഗ് ഹൗസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. പക്ഷെ എനിക്ക് ഓഫറിന് 20 രൂപ കുറച്ച് കിട്ടി, അതായത് 160 രൂപയ്ക്ക് കിട്ടി. മാത്രമല്ല ഇത് മലയാളത്തേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്, ഒരു ഇംഗ്ലീഷ് കൃതി ആയതുകൊണ്ട് മലയാളത്തേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് കോട്ടയം പുഷ്പനാഥാണ്. അപ്പോൾ ഈ ഒരു കോട്ടയം പുഷ്പനെ വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ തരേണ്ടതാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹം ഇവിടുത്തെ ഒരു ആർതർ കോനൻ ഡോയിൽ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മലയാളത്തിലത്തെ ഒരു വളരെയധികം ഡിറ്റക്റ്റീവ് നോവൽസിന്റെ ഒക്കെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വളരെ മികച്ചൊരു എഴുത്തുകാരൻ തന്നെയാണ് കോട്ടയം വിശ്വനാഥ്. അദ്ദേഹമാണ് ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ 224 പേജുകളുണ്ട്. മാത്രമല്ല ഇതിന്റെ ചാപ്റ്റേഴ്സിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു 15 ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ വളരെയധികം എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കുന്നതൊന്നല്ല വരിക, നമുക്ക് ഊഹിക്കാൻ പോലും സ്പേസ് ഇല്ലാതെയാണ് ഈ ഒരു കഥ പോകുന്നത്, ഈ ഒരു ബുക്ക് പോകുന്നത് എന്ന് പറയാം. അപ്പൊ ഈ ഒരു കോട്ടയം പുഷ്പന്റെ എഴുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള എഴുത്താണ്. കോട്ടയം പുഷ്പന്റെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് വളരെയധികം സിമ്പിൾ ആയിട്ടാണ് എഴുതുക. ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വലിയ കടുകട്ടി പ്രയോഗങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം എഴുതുക. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അവതരണ ശൈലിയും അതുപോലെ എഴുതിയിരിക്കുന്ന രീതിയും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇടയ്ക്ക് ചില പിക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ പറയുകയാണെങ്കിൽ ഇത് ഒരു ഹൊറർ മിസ്റ്ററി ജോണറിലും കൂടി നമുക്ക് വേണമെങ്കിൽ പെടുത്താം. ഹൊറർ ഉണ്ട് ഇതില്, ഇത് ഇപ്പോ സാധാ ഒരു ത്രില്ലർ കഥ ഉപരി ഇതിൽ വരുന്ന ഒരു ഹൊറർ എലമെന്റ് ഉണ്ട്. അത് വളരെ നൈസാണ്. അതാണ് ഈ ബുക്കിനെ ഒരു വെറൈറ്റി ആക്കുന്നത് സാധാ ത്രില്ലർ നോവൽസിൽ നിന്നും. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം അതല്ല നമുക്ക് തോന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തൊരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു ബുക്ക് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇതിന്റെ അവസാനമൊക്കെ എത്തുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അതെന്തൊക്കെയാണെന്ന് വിവരിച്ചു തരുന്നുണ്ട്. ഞാൻ അധികം സ്റ്റോറിയിലോട്ടൊന്നും നടക്കുന്നില്ല, കാരണം സ്പോയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഒരു ഡിറ്റക്റ്റീവ് നോവല് ഞാൻ കൂടുതലൊക്കെ പറഞ്ഞ സ്പോയിലർ ആയാൽ വായിക്കുന്നത് നിങ്ങൾക്കാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ സ്റ്റോറിയിലേക്കൊന്നും അധികം കിടക്കുന്നില്ല. അതുപോലെ തന്നെ ഇതില് ഷെർലക് ഹോംസിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വാട്സൺ ആണെന്ന് ചെറുതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഷെർലക് ഹോംസിന്റെ ഒരു നോവല് വായിക്കുന്നത്. ഇതിന് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ
ആദ്യമായിട്ട് ഞാൻ ഒരെണ്ണം ഷെർലക് ഹോംസിന്റെ വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബാക്കി ഉള്ളതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യും. ഇത് ഷെർലക് ഹോംസിന്റെ നോവൽസ് എല്ലാം ഇതുപോലെ തന്നെ വാട്സൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പക്ഷെ അപ്പോ ഇത് ഈ ബുക്കിന്റെ കേസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിലൊരു 100 പേജ് വരെയൊക്കെയാണ് ഈ ഷെർലക് ഹോംസിന് നല്ല പ്രാധാന്യം കൊടുത്തു പോകുന്നത്. പിന്നെ അതിനുശേഷം ഷെർലക് ഹോംസ് എന്തായാലും വരും, ക്ലൈമാക്സിലൊക്കെ വരും. ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴാണ് ഈ ഷെർലക് ഹോംസിന്റെ ഒരു സെക്കൻഡ് എൻട്രി വരുന്നത്. ഒരു ഫസ്റ്റ് എൻട്രിനെക്കാട്ടും അടിപൊളി സെക്കൻഡ് എൻട്രി ആണ് കേട്ടോ. വേറെ ലെവലാണ് സെക്കൻഡ് എൻട്രി. നമ്മള് ഷെർലക് ഹോംസ് വരുമോ വരില്ലേ, വരും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെ വരും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന നേരത്ത് ഷെർലക് ഹോംസിന്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി, അതൊരു ക്ലാസിക് എൻട്രി ആണ്. പക്ഷെ അതൊരു നമുക്ക് മാസി ഫീൽ കിട്ടും. ഇപ്പോ നമ്മുടെ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയില് മോഹൻലാലിന്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഒരു ക്ലാസ് എൻട്രി ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല, ഒരു ഗൂസ് ബംസ് നമുക്ക് വരില്ല. അത് തന്നെ അതുപോലത്തെ സ്റ്റൈലിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എൻട്രി വരുന്നുണ്ട്. ആ ഒരു രീതിക്കല്ല, പക്ഷെ ഒരു ശബ്ദമൊക്കെ കാണിച്ച് ഇങ്ങനത്തെ ഒരു രീതി വേറെ ലെവലായിരുന്നു ആ എൻട്രി എന്ന് പറഞ്ഞത്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അപ്പൊ അവനത് വായിച്ചിട്ട് അവന് തോന്നിയ കുറച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു ആ എൻട്രി വായിക്കാൻ വേണ്ടിട്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ ബുക്കിനെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ബുക്ക് നിങ്ങൾ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 15 ദിവസം കൂടിയൊക്കെ ഉള്ളൂ വെക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 160 രൂപയാണ് അതിന്റെ വില, അല്ല 150 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓഫറിന് ചിലപ്പോ ഇതിനെക്കാട്ടും കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു പ്രൈസിന് ഇത് വൃത്തിയാണെന്ന് ചോദിച്ചാൽ വൃത്തിയാണ്. ഇപ്പോ നല്ല ഒരു നോവൽ തന്നെയാണ് ഭാസ്കർ വില്ലിലെ ഭീകരൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 7.8 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വായിച്ചിരിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.